നമ്മൾ ഇടുന്ന ആ ഒരു ടേണിങ് പോയിന്റിലുള്ള ആ ഒരു ആംഗിളിൽ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ലെയറിങ് കൊടുത്താൽ മാത്രമേ ആ ഒരു ഹിജാബ് സ്റ്റൈൽ നല്ല ഭംഗിയുണ്ടാവുള്ളൂ. അതായത് നമ്മുടെ നെക്ക് പോർഷന് താഴെയായിട്ട് ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് നന്നായിട്ട് ലെയർ ചെയ്ത് മെൻഷൻ ചെയ്യാം. നമ്മൾ പിൻ ചെയ്യേണ്ടത് നമ്മളുടെ ചെസ്റ്റിലും അതുപോലെ തന്നെ നമ്മളുടെ ഷോൾഡർ കഴിഞ്ഞിട്ടുള്ള ബാക്ക് പോർഷനിലുമാണ്. സോ അതാണ് ആ ഒരു പീക്ക് പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഉണ്ടാവും. കഴുത്തിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പിൻ ചെയ്യുമ്പം ആ ഷേപ്പ് അവിടെ ഡിഫൈൻ ചെയ്യാണ്. മറിച്ച് നമ്മൾ അവിടെ പിൻ ചെയ്യാതെ അവിടുന്ന് ലെയർ എടുത്ത് നല്ലപോലെ ഇങ്ങോട്ട് ബാക്കോട്ട് നല്ലോണം വലിച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അടിഭാഗത്ത് നമ്മളുടെ പുറം ഭാഗത്തായിട്ട് നമ്മൾ പിൻ ചെയ്യുമ്പം അവിടെ ആ കുഞ്ഞു കുഞ്ഞു ലെയർ ഫോം ചെയ്യുമ്പം അപ്പോഴാണ് ആ ഒരു വൺ സൈഡിൻ്റെ ഭംഗി നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ കഴുത്തിൻ്റെ അടിയിൽ പിൻ ചെയ്താൽ നമ്മളുടെ കവിളിൻ്റെ ആ ഒരു പോർഷൻ വന്നിട്ട് അവിടെ ഒട്ടി നിൽക്കും. വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ്. 2022 ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് എത്നിക് വെയറിൽ വരുന്ന ചുരിദാർ സെറ്റ് തന്നെയാണ്. സോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിലുള്ളത് ചുരിദാർ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ അത് ട്രൈ ചെയ്യാൻ മാക്സിമം നോക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് 2 ടിപ്പ് പറഞ്ഞുതരും, ശേഷം ഒരു 8 പോയിൻറ്റ്സും പറയും. ഇത് ഫുള്ള് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ചുരിദാർ ലുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ മിസ് ചെയ്യാതെ ഓരോ 8 പോയിൻറ്റ്സും ആദ്യം പറയുന്ന 2 പോയിൻറ്റ്സും ശരിക്ക് ശ്രദ്ധിച്ചിട്ട് കേൾക്കുക. സോ ഫസ്റ്റ് പറയുന്ന പോയിൻറ്റ് നമ്പർ 1, ചുരിദാറിൻ്റെ കൂടെ അത് ഏറ്റവും സ്റ്റൈലിഷ് ആവാൻ വേണ്ടിയിട്ട് അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഷോള് മാത്രം യൂസ് ചെയ്യുക, പുറത്തുനിന്നുള്ള ഷോള് യൂസ് ചെയ്യാതിരിക്കുക. ഇനി പോയിൻറ്റ് നമ്പർ 2, അതിൽ ഇടുന്ന ഹിജാബ് സ്റ്റൈല് വൺ സൈഡ് ഹിജാബ് സ്റ്റൈൽ തന്നെ ആക്കിയിട്ട് കീപ്പ് ചെയ്യുക. ഐ തിങ്ക് വൺ സൈഡ് ഹിജാബ് സ്റ്റൈൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 2 കൊല്ലം ആവാനായി. പക്ഷേ എന്നാലും ഇപ്പോഴും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വൺ സൈഡ് ഹിജാബ് സ്റ്റൈൽ തന്നെയാണ്. സോ ബാക്കിയുള്ള ഓൾഡ് മോഡലൊന്നും ഷോൾ ചുറ്റിയിടാതെ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ തന്നെ വൺ സൈഡിൽ തന്നെ എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടുള്ള 2 ടിപ്സ്. ഇനി ബാക്കി വരുന്ന 8 പവർഫുൾ പോയിൻറ്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. പോയിൻറ്റ് നമ്പർ 1, സോ ചുരിദാറിൻ്റെ ഷോള് വൺ സൈഡ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ കാര്യം ഈ ടിക്ക് മാർക്ക് ഇട്ട ചിത്രത്തിലതുപോലെയാണ്. അതായത് അതിൻ്റെ 2 എൻഡ് വന്നിട്ട് ഒരു പോർഷൻ ഷോർട്ടും ഒരു പോർഷൻ ലോങ്ങും ആയിട്ടിടണം. 2 എൻഡും ഒരേ ലെങ്ത്തിൽ ഇടരുത്. അങ്ങനെ ആകുമ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ കണ്ട പിക്കിൽ 2 എൻഡും ഒരേപോലെ ആയിരുന്നു. സോ അത് റൈറ്റ് അല്ല. ഒരു എൻഡ് ഷോർട്ടും ഒരു എൻഡ് ലോങ്ങും ആയിട്ടിടുമ്പോഴാണ് വൺ സൈഡ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റൈല് കൂടുതൽ ബ്യൂട്ടിഫുൾ ആകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വൺ സൈഡായിട്ട് ചിത്താൻ്റെ ഷോൾ ഇടുമ്പം ഒരു എൻഡ് ഷോർട്ടും ഒരു എൻഡ് ലോങ്ങും ആയിട്ടിടുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഭംഗിയുണ്ടാവും. അല്ലാണ്ട് ഇതുപോലെ 2 അറ്റവും ഓൾമോസ്റ്റ് സെയിം ലെങ്ത്തിൽ കൊടുത്താൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു നീറ്റ്നെസ് ഉണ്ടാവില്ല. സോ എൻഡ് ലെങ്ത്ത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിൻറ്റ് നമ്പർ 2, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ചുരിദാർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻഡിൽ വരുന്ന വർക്കിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് പ്രിൻറ്റ് വർക്ക് ആണെങ്കിലും എന്ത് വർക്കാണെങ്കിലും. സോ ആ എൻഡിൽ വരുന്ന വർക്ക് നമ്മൾ ഒരിക്കലും ഫോൾഡ് ചെയ്യാണ്ടിരിക്കുക. അതായത് ഇപ്പോൾ അധികം ആൾക്കാരും യൂസ് ചെയ്യുമ്പം ഷോളിൻ്റെ എൻഡ് മടക്കാറുണ്ട്. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഇതുപോലത്തെ നല്ല ഹെവി ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു എൻഡ് അല്ലെങ്കിൽ കര എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കര അവിടെ ഹൈലൈറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ചുരിദാറിന് ഭംഗി കിട്ടുക. അപ്പോൾ നമ്മൾ ഹെഡിലിടുന്ന പോർഷനിൽ പ്രത്യേകിച്ച് അതിൻ്റെ എൻഡ് പോർഷൻ മടക്കാണ്ടിരിക്കുക. സോ ഇത് വന്നിട്ട് തെറ്റാണ്. ഇങ്ങനെ ഇടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ചുരിദാറിൻ്റെ ആ ഒരു ഭംഗി പോവും. കാരണം എപ്പോഴും അതിൻ്റെ കര നമ്മളുടെ ഹെഡ് പോർഷനിൽ കാണുന്നതാണ് എപ്പോഴും നമ്മളുടെ ഓവറോൾ ലുക്കിന് നല്ല ഭംഗി ഉണ്ടാവുക. സോ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട് നമ്മൾ അധികം ഫോൾഡ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ചുരിദാറിൻ്റെ മൊത്തത്തിലുള്ളൊരു ലുക്ക് നോക്കുമ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ കര കാണുന്ന രീതിയിൽ ഫ്രണ്ട് സൈഡിൽ നമ്മൾ മടക്കാതെ ഇടുമ്പോഴാണ് ആ ഒരു കസവൊക്കെ നമുക്ക് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഉണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പോയിൻറ്റ് നമ്പർ 3, സിംഗർ ദാന റാസിക്കിൻ്റെയൊക്കെ ഹിജാബ് സ്റ്റൈൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര സിമ്പിൾ സ്റ്റൈലാണ് പക്ഷെ ഭയങ്കര ഭംഗിയാണെന്ന്. ആ ഭംഗി കൊടുക്കുന്ന ഒരു ഘടകം ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു ലെയറിംഗ് ആണ്.
സോ ഈ സൈഡിലായിട്ട് വരുന്ന ഈ ഒരു ചെറിയ ചെറിയ ലെയറാണ് ആ ഒരു ഹിജാബ് സ്റ്റൈലിന് ഇത്രയേറെ ഭംഗി കൊടുക്കുന്നത്. അപ്പം വൺ സൈഡ് ഹിജാബ് സ്റ്റൈല് സംഭവം സിമ്പിളാണ്. ഒരു 2 സ്റ്റെപ്പിൽ നമുക്ക് കാര്യം കഴിയുമെങ്കിലും നമ്മൾ ഇടുന്ന ആ ഒരു ടേണിങ് പോയിൻറ്റിലുള്ള ആ ഒരു ആംഗിളിൽ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ലെയറിങ് കൊടുത്താൽ മാത്രമേ ആ ഒരു ഹിജാബ് സ്റ്റൈല് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ നെക്ക് പോർഷന് താഴെയായിട്ട് ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് നന്നായിട്ട് ലെയർ ചെയ്ത് മെൻഷൻ ചെയ്താൽ മാത്രമേ ഈ ഒരു ഹിജാബ് സ്റ്റൈല് നല്ല രീതിയിൽ ഭംഗി ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾ എപ്പോഴും ഈ ഒരു ലെയറിങ്, ഈ ഒരു കോണിൽ വരുന്ന ലെയറിങ് നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പോയിന്റ് നമ്പർ 4. ഫോർത്ത് പോയിൻ്റായിട്ട് പറയുന്നത് നമ്മൾ വൺ സൈഡ് ഹിജാബ് സ്റ്റൈൽ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഹിജാബിൻ്റെ ഫുൾ ഹൈലൈറ്റും പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഷോൾഡറിലേക്ക് വിരിച്ചിടുന്ന ആ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് പാസ്സുള്ള സൈഡായിരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മളുടെ ഷോള് അല്ലെങ്കിൽ ഹിജാബൊക്കെ ആ ഒരു സൈഡിലോട്ട് നിൽക്കുകയുള്ളൂ. അപ്പം ആ ഒരു ഷോൾഡറിലോട്ട് നമുക്ക് നിൽക്കുകയുള്ളൂ. അപ്പം അധികം ആൾക്കാരും ഐ തിങ്ക് പ്രിഫർ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് റൈറ്റ് സൈഡിലായിരിക്കും പാസ്. അപ്പം നമുക്ക് പാസ്സുള്ള ഏരിയയിലേക്ക് മാത്രമേ ആ മെൻഷനിങ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ഏരിയയ്ക്കാണ് നമുക്ക് പാസ് ഉള്ളത് ആ ഏരിയയിൽ മാത്രമേ നമ്മൾ ഷോൾഡറിലോട്ട് വിരിച്ചിടാൻ പാടുള്ളൂ. അതർവൈസ് ഹിജാബ് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹെഡിൽ നിന്ന് പോരാനും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച ആ ഒരു സ്ഥലത്ത് നമുക്ക് ഹിജാബ് ഫിക്സ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പാസ്സുള്ള ഏരിയയിലേക്ക് മെൻഷൻ ചെയ്താൽ മാത്രമേ അത് കാണാനും ഭംഗിയുണ്ടാവുള്ളൂ. സോ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് പോയിന്റ് നമ്പർ 5. വൺ സൈഡ് ഇടുന്ന കുറച്ച് കുട്ടികളെങ്കിലും പറയാറുണ്ട് കവറേജ് കിട്ടാറില്ല എന്ന്. അപ്പോൾ കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിരിച്ചിട്ടാൽ മതി, നമുക്ക് വൺ സൈഡിന് കവറേജ് കിട്ടും. പക്ഷേ ഇങ്ങനെ വിരിച്ചിടുന്നതിൻ്റെ ഒരു പ്രോബ്ലം പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ഷോൾഡറിലോട്ടാക്കിയിട്ട് ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് താഴേക്കൊക്കെ വിട്ട് വരുന്ന രീതിയിൽ നമ്മൾ വിരിച്ചിട്ടാൽ അത് കുഴപ്പമില്ല. പക്ഷേ 2 ഷോൾഡറും കൂടിയും കവിയുന്ന രീതിയിൽ നമ്മൾ ആ ഷോൾഡറിലേക്ക് ഇടുന്ന പോർഷൻ നന്നായിട്ട് ത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബോറാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്ന പോലെ. സോ കവറേജ് വേണമെന്നുള്ള ആൾക്കാർക്ക് നമുക്ക് നമ്മൾ ഹാങ് ചെയ്തിടുന്ന ഒരു ഷോർട്ട് പോർഷന് നമുക്ക് ചെസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് കവറേജ് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷോൾഡറിലോട്ട് മാത്രം ഇട്ട് അത് മാത്രം നല്ല വിടത്തിൽ വിരിച്ചിട്ടാൽ നമുക്ക് കവറേജ് കിട്ടും. ഒരിക്കലും നിങ്ങൾ 2 ഷോൾഡറിൽ ഇടാതിരിക്കുക, അത് പഴയൊരു മോഡലാണ്. സോ ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്പർ 6. ഇതാണ് വൺ സൈഡ് ഹിജാബിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പോയിൻ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക, കുറച്ച് ഡിഫിക്കൽട്ടാണിത്. ഈ ഒരു പോയിൻറ്റുമേലാണ് നമ്മളുടെ ലുക്ക് തന്നെ ചേഞ്ച് ആവുന്നത്. നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ആദ്യമൊക്കെ നമ്മൾ വൺ സൈഡിലായിട്ട് ഇട്ടപ്പം ഈ ഒരു ഓൾഡ് സ്റ്റൈലായിരുന്നു നമ്മൾ ഇട്ടത്. അതായത് നമ്മൾ പിൻ ചെയ്യുമ്പം നമ്മളുടെ നെക്ക് പോർഷനിലാണ് നമ്മൾ പിൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വരുന്ന വൺ സൈഡ് ഹിജാബ് സ്റ്റൈല് എല്ലാം നമ്മൾ പിൻ ചെയ്യേണ്ടത് നമ്മളുടെ ചെസ്റ്റിലും അതുപോലെ തന്നെ നമ്മളുടെ ഷോൾഡർ കഴിഞ്ഞിട്ടുള്ള ബാക്ക് പോർഷനിലുമാണ്. സോ അതാണ് ആ ഒരു പീക്ക് പോയിന്റ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ആയിട്ടുണ്ടാവും. കഴുത്തിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് പിൻ ചെയ്യുമ്പം ആ ഷേപ്പ് അവിടെ ഡിഫൈൻ ചെയ്യാണ്. മറിച്ച് നമ്മൾ അവിടെ പിൻ ചെയ്യാതെ അവിടുന്ന് ലെയർ എടുത്ത് നല്ലപോലെ ഇങ്ങോട്ട് ബാക്കോട്ട് നല്ലോണം വലിച്ചിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അടിഭാഗത്ത് നമ്മൾ പിൻ ചെയ്യുമ്പം അവിടെ ആ കുഞ്ഞു കുഞ്ഞു ലെയർ ഫോം ചെയ്യുമ്പം അപ്പോഴാണ് ആ ഒരു വൺ സൈഡിൻ്റെ ഭംഗി നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ കഴുത്തിൻ്റെ അടിയിൽ പിൻ ചെയ്താൽ നമ്മളുടെ കവിളിൻ്റെ ആ ഒരു പോർഷൻ വന്നിട്ട് അവിടെ ഒട്ടി നിൽക്കും. അങ്ങനെയുള്ള വൺ സൈഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈല് ഭംഗി ഉണ്ടാവില്ല. അപ്പം നമ്മളെപ്പോഴും പിൻ ചെയ്യുമ്പം നമ്മൾ ആ വിരിച്ചിടുന്ന നെക്കിനോട് വിരിച്ചിടുന്ന ആ ഒരു പോർഷൻ വലിച്ചിട്ട് നമ്മളുടെ ഷോൾഡർ കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ വലിച്ച് പിൻ ചെയ്യുക. ആൻഡ് നമ്മളുടെ അടിക്ക് വരുന്ന പോർഷനിൽ അവിടെയും ഒരു സ്ട്രൈറ്റ് ആയിട്ടൊരു പിന്ന് നേരെ വലിച്ചിട്ട് നല്ലോണം വലിച്ചിട്ട് കുത്തുമ്പോൾ നമുക്ക് നല്ല പോലെ ലെയറിങ് ഫോം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലെയറിങ് ആണ് വൺ സൈഡ് ഹിജാബിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി പോയിന്റ് നമ്പർ 7.
ഇത് സിമ്പിളാണ്. അതായത് നമ്മളുടെ ചുരിദാറിൻ്റെ മെറ്റീരിയലിനനുസരിച്ചിട്ട് നമ്മളുടെ സ്റ്റൈല് ഒന്ന് സ്ലൈറ്റായിട്ടുള്ള ഡിഫറൻസ് കൊണ്ടുവരിക. അതായത് ഹെവി ഷോളാണ്, ഹെവി ആയിട്ടുള്ള മെറ്റീരിയലാണ്, ലൈക്ക് കോട്ടൺ, വിസ്കോസ്, അല്ലെങ്കിൽ ലിനൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒഗൻസ ദുപ്പട്ടാസൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഹെവി ടൈപ്പ് ഷോളാണെങ്കിൽ നമ്മളത് മാക്സിമം ചുരുട്ടി വെക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ ലുക്ക് ഭയങ്കര വൃത്തിയില്ലാണ്ടായി കിട്ടും. മറിച്ച് നമുക്ക് ഷിഫോണ്, ജോർജറ്റ്, അങ്ങനെ ഫ്ലോയി ആയിട്ടുള്ള നെറ്റ് മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാക്സിമം നിവർത്തിയിട്ടാലും അത് വലിയ സീനുണ്ടാവില്ല, അത് നൈസ് ലുക്കായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിൻറ്റ് നമ്പർ 8 ആണ്, ഫൈനൽ പോയിൻ്റ് ആണ്. ചുരിദാറിലേക്ക് ഇടുന്ന ഷോളുകൾക്കെങ്കിലും നമ്മൾ മാക്സിമം ഇൻസ്റ്റൻറ്റ് മാഗ്നറ്റിക് പിൻസ് യൂസ് ചെയ്യുക. അതാകുമ്പോൾ മറ്റേ പിന്നിൻ്റെ അതുപോലെ നൂല് വലിയില്ല, അപ്പോൾ നമ്മളുടെ ഷോൾ അധികം കേടരില്ല. കാരണം ചുരിദാറിലേക്കൊക്കെ അധികം ഈ ഫാൻസി ടൈപ്പ് ലാസ്റ്റിംഗ് ഇല്ലാത്ത ഷോളുകളാണ് ഉണ്ടാവുക. അപ്പോൾ മാഗ്നറ്റിക് പിൻസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റിംഗ് കിട്ടും. അങ്ങനെ ആകുമ്പോൾ നൂല് വലിയാതിരിക്കുമ്പോൾ നമ്മളുടെ ലുക്കും വൃത്തികേടാവില്ല. നെക്സ്റ്റ് വരുന്നത്, ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഹിജാബിൻ്റെ അടിയിൽ അണ്ടർ ക്യാപ്പ് യൂസ് ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ അതറിയില്ലെങ്കിൽ അതൊക്കെ പോയി കാണുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ നോ പറഞ്ഞതെല്ലാം സിമ്പിൾ പോയിൻറ്റ്സ് ആണ്, പക്ഷേ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്നും കൂടിയും ചുരിദാറിലേക്കൊരു ഹിജാബ് ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ലുക്കിൽ ഉണ്ടാവും, ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.